ആം ആദ്മി നേതാവ് ശ്രീ വേണുഗോപാൽ നമ്മോട് കൂടെ ബജറ്റ് അവലോകനത്തിന് ചേരുന്നുണ്ട്. ശ്രീ വേണുഗോപാൽ, സാധാരണക്കാരായ മലയാളികളുടെ മേൽ വലിയ രീതിയിലുള്ള നികുതികളാണ് ഇന്നത്തെ ബജറ്റിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് നിലവിൽ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കെ ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നികുതിയും കൂടെ വർദ്ധിപ്പിക്കുന്നത് അത് സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്ന് ജനിക്കുന്ന ജനനത്തിനും മരണത്തിനും ഒഴിച്ച് അതിനിടയിലുള്ള മുഴുവൻ പ്രോസസ്സിനും നികുതി ഏർപ്പെടുത്തുന്ന ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു നികുതി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരും കൂടെ വല്ല അന്യ സംസ്ഥാനത്തേക്ക് ഒളിച്ചോടുമെന്ന് എനിക്ക് ഭയമുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ എല്ലാ മേഖലയും ഇത് നികുതി കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഏതാണ്ട് വീട്, ഭൂമി, വാഹനം, പിന്നെ മദ്യം, വൈദ്യുതി, പെട്രോള് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയാവുന്ന വിധത്തിലും അല്ലെങ്കിൽ ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെയും ഗതി പിടിക്കാത്ത വിധത്തിലുള്ള ഒരു വിലവർധനയാണ് വരുത്താൻ പോകുന്നത്. ഇതെവിടെ ചെന്ന് നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തില് ഇനി ഇവിടെ നമുക്ക് ജീവിതം മറ്റു പല കാരണങ്ങൾ കൊണ്ട് ദുസ്സഹമാണ്. ഇപ്പം നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ അതിന് പോലും പറ്റാത്ത വിധത്തിൽ ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ദുരന്തത്തിലാണ് അവസാനിക്കുക. എനിക്ക് തോന്നുന്നു കോവിഡ് ദുരന്തമോ അല്ലെങ്കിൽ നമ്മുടെ പേമാരി ദുരന്തമോ ഒന്നും പോലും നമുക്ക് ഇത്രയും പേടിക്കേണ്ടതില്ല. കാരണം അതിനെയൊക്കെ നമുക്ക് കുറച്ച് കാലത്തേക്കെന്നോ അല്ലെങ്കിൽ കുറച്ച് മേഖലയിലേക്കെന്നോ ഒക്കെ വിചാരിക്കാം. ഇത് സർവ്വ മേഖലയിലും സർവ്വ സ്ഥലങ്ങളിലും കേരളത്തിന്റെ 38,800 ചില്ലാനം വരുന്ന സ്ക്വയർ കിലോമീറ്ററിൽ എല്ലായിടത്തും, ഇനി വന്യജീവികൾക്ക് വലിയ ദോഷം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബാക്കി എല്ലായിടത്തും ഇത് ബാധിക്കുന്ന വിധത്തിൽ നമ്മുടെ ബഡ്ജറ്റ് ഇങ്ങനെ വന്നല്ലോ എന്ന് ഒരു ഭീതിയിലാണ്. ഒരു മനുഷ്യന് 1 ലക്ഷം രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നികുതി ചുമത്തേണ്ടി വരുന്നത് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ വിശദീകരണം. മറ്റ് ഓപ്ഷനുകൾ ഉണ്ടോ നമുക്കെന്നൊരു ചോദ്യമാണ് ആദ്യമായി ഉയരുന്നത്. മറ്റ് ഓപ്ഷനുകൾ ഉണ്ടോ? എന്താണ് നമ്മുടെ ഓപ്ഷൻ? തീർച്ചയായിട്ടും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സർക്കാർ 100 വട്ടം പറയുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും എനിക്ക് തോന്നുന്ന പ്ലാനിംഗ് ബോർഡും നമ്മുടെ AG ഡിപ്പാർട്ട്മെന്റും ഒക്കെ പറഞ്ഞ് നമ്മുടെ ധനവകുപ്പും ഒക്കെ നമ്മുടെ സർക്കാരിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള പാഠമാണ് 80% തുക നമ്മുടെ പിന്നെ ശമ്പളവും പെൻഷനും എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റുമായിട്ട് പോകുന്നു. 20% മാത്രമാണ് നമ്മൾ ബാക്കി വരുന്ന, അതായത് ഒരു 10% താഴെ വരുന്ന ജനത്തിന് വേണ്ടിയിട്ടാണ് 80% മുടക്കുന്നത്. ബാക്കി 90%-ലേറെ വരുന്ന ജനത്തിന് 20% കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്ന് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണം ചോദിച്ചിട്ട് ഇന്ന് വരെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണച്ചെലവ് കുറയ്ക്കുന്ന ഒരു നടപടിയും ഈ ബഡ്ജറ്റിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം, ദയവേത് ഇതിലെ ഇനിയും നമ്മുടെ നികുതി, പ്രത്യേകിച്ച് ഈ ഭൂമിയിലും കെട്ടിടത്തിലും ഒക്കെ അതുപോലെ പെട്രോളിലും ഒക്കെ നികുതി കൂട്ടിയത് കടുത്ത അപരാധമാണ്. അതിന് പകരം നമ്മുടെ പല എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റുകളും കുറയ്ക്കാമായിരുന്നു. ഉദാഹരണമായിട്ട് കൃഷി വകുപ്പിന് പുറമെ കൃഷി വകുപ്പ് സെക്രട്ടേറിയറ്റ്, കൃഷി മിനിസ്ട്രി, ഇതിന് പുറമെ 150ഓളം വകുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വകുപ്പുകളല്ല, വിവിധ സമിതികൾ, സ്ഥാപനങ്ങൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, പിന്നെ ബോർഡുകൾ, പിന്നെ ബോർഡുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 150ഓളം സ്ഥാപനങ്ങൾ കൃഷി വകുപ്പിന് മാത്രമുണ്ട്. എല്ലാ വകുപ്പിനും ഉണ്ട്. ഇതുപോലെ പിന്നെ വ്യവസായം എടുത്തു നോക്കുക, പിന്നെ ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുക, ടൂറിസം എടുത്ത് നോക്കുക, ഏതിലും ഉപവകുപ്പുകൾക്കുണ്ട്. അതായത് മെയിൻ വകുപ്പ് ഇതുപോലെ ബഡ്ജറ്റ് ഉണ്ടാക്കാനും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും അതിന്റെ ഫണ്ട് മറ്റുള്ളവർക്ക് വീതം ചെയ്ത് കൊടുത്തേച്ച് ചുമ്മാ ഇരിക്കാനുമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ജോലി എടുക്കണമെങ്കിൽ മറ്റവരാണെന്നാണ് വെപ്പ്. അവരിട്ട് ജോലി ചെയ്യുമോ? അതുമില്ല. അങ്ങനെ ഈ ഫണ്ടിന്റെ പോക്ക് എങ്ങോട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 80% കേരളത്തിൽ കിട്ടുന്ന വരവിന്റെ 80% ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റിനായിട്ട്, അതായത് നോക്കുകൂലി പോലത്തെ കോസ്റ്റിനാണ് ഇപ്പൊ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ഈ നോക്കുകൂലി ആദ്യം അവസാനിപ്പിക്കണം. സർക്കാരിലെ നോക്കുകൂലി അവസാനിപ്പിക്കണം. എന്നിട്ട് കുറഞ്ഞ ചെറിയ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ടാക്കുകയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇത് സർവീസ് സംഘടനകൾക്കും ട്രേഡ് യൂണിയനെയും പേടിക്കുന്ന ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും
പിന്നെ പാർട്ടിയും ഉള്ളത് കൊണ്ടാണ് ഇത് വിനീതമായി ചോദിക്കുന്നത്. ശ്രീ വേണുഗോപാൽ, അങ്ങ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒക്കെ കാലത്ത് ഈ ബജറ്റ് തയ്യാറാക്കുന്ന സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. KN ബാലഗോപാൽ പറയുന്നത് അദ്ദേഹം ഈ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുള്ളവരുമായും ചർച്ച നടത്തി, യുവജനങ്ങളുമായി, വനിതകളുമായി, സ്റ്റാർട്ടപ്പ് സംരംഭകരുമായി, അങ്ങനെ തൊഴിലാളി സംഘടനകളുമായി ഒക്കെ ചർച്ച നടത്തി. വളരെ വലിയ ഈ രംഗത്തെ, സാമ്പത്തിക രംഗത്തെ വിദഗ്ധരാണ് ഇദ്ദേഹത്തെ ഈ പ്രീ ബജറ്റ് ഡിസ്കഷൻസിലൊക്കെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാറുണ്ടായിരുന്നത്. എണ്ണം പറഞ്ഞ ആളുകൾ, ഒരുപക്ഷെ ഈ രംഗത്ത് തന്നെ എണ്ണം പറഞ്ഞ ആളുകൾ. അദ്ദേഹം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്. കേന്ദ്രം ഇത്തരത്തിൽ അഗാധഗർത്തത്തിലേക്ക്, ബാധ്യതയുടെ അഗാധഗർത്തത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിയിടുന്നു. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെ ഒക്കെ ബാധ്യത സംസ്ഥാനങ്ങളിലേക്ക് മാത്രമേ അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങ് എങ്ങനെയാണ് അതിനെയൊക്കെ വിലയിരുത്തുന്നത്? നമ്മൾ കേന്ദ്രത്തിനെ കുറ്റം പറയേണ്ട ഒരു കാര്യം നമ്മൾ പെട്രോളിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് കടമെടുപ്പിൽ എങ്ങനെയാണ് കേന്ദ്രത്തിനെ കുറ്റം പറയാ? കടമെടുക്കുന്നതിന്റെ പിന്നെ 8 രൂപ കുറച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു ബജറ്റിന്റെ നിർദ്ദേശങ്ങളെ അതുമായി ഒന്നും ബന്ധപ്പെടുത്തി നമുക്ക് ഇപ്പോൾ പെട്രോളിന്റെ കാര്യത്തിൽ നിലവിൽ കേന്ദ്രത്തെ എങ്ങനെയാണ് ഒറ്റയടിക്ക് അങ്ങ് കുറ്റം പറയുക? ഇപ്പൊ സംസ്ഥാനം ഇതാ 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന് പറഞ്ഞ് കൂട്ടിയിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ കേന്ദ്രത്തിനെ കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കേന്ദ്രം തന്നെ ഏതാണ്ട് 70% കടം പിന്നെ ഇതിൽ വരുത്തി വെച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു, 1000 രൂപയുടെ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് 350 രൂപയുടെ പെട്രോളേ നമ്മുടെ ടാങ്കിൽ വീഴുന്നുള്ളൂ. ബാക്കി 650 രൂപയും പിന്നെ നമ്മുടെ നികുതിയായിട്ട് പോവുകയാണ്. പിന്നെ അതിന്റെ സർചാർജുകളൊക്കെ വേറെ വരുന്നത് വേറെ. ഇങ്ങനെ നോക്കുമ്പം ഇതുപോലത്തെ ഒരു അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ ഇവിടെയും 2 രൂപ കൂട്ടുക എന്ന് പറഞ്ഞാൽ 2% കൂട്ടി. ഈ പെട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ അതിർത്തിയിലുള്ളവരൊക്കെ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ പോയിട്ടാണ് പെട്രോൾ അടിക്കുന്നതാണ് പറയുന്നത്. കാരണം അവിടെ കേരളത്തിന്റെ വിലയേക്കാൾ 7 രൂപ 8 രൂപയൊക്കെ കുറവാണ് ഇപ്പം തന്നെ. അപ്പോഴാണ് വീണ്ടും ഒരു 2 രൂപയും കൂടെ നമ്മൾ അങ്ങ് കൂട്ടുന്നത്. കൂടുതൽ കൊടുക്കുക, അതായത് ഇനി 9 രൂപയാവും. എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ബോർഡർ ഡിസ്ട്രിക്റ്റിലുള്ളവര് തമിഴ്നാട്ടിൽ പോയി ഫുൾ ടാങ്ക് അടിച്ചാൽ അതാണ് ലാഭം തോന്നുന്നു. ഇനിയിപ്പോൾ അങ്ങനെ വരും. കാർ എടുത്ത് ഒരു ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ചെറുമ്പ ഒരു പിക്നിക്ക് പോലെ തമിഴ്നാട്ടിലോട്ട് പോയിട്ട് പെട്രോൾ അടിക്കുന്നതാണ് ലാഭം. കാരണം 9 രൂപ ഒരു ലിറ്ററിന് കിട്ടില്ലേ? 9 രൂപയോളം ഒരു ലിറ്ററിൽ ലാഭം കിട്ടുകയാണ്. അപ്പൊ നമ്മളൊരു ഫുൾ ടാങ്ക് അടിച്ചാൽ ഏതാണ്ട് ഒരു 30 കിലോമീറ്ററിനടുത്തൊക്കെയാണ് നമ്മുടെ ബോർഡറെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി അടിക്കുന്നതായിരിക്കും ലാഭം. ആ വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതൊക്കെ അതായത് ഈ കേന്ദ്രം ഇങ്ങനെ കേരളത്തെ സമ്മർദ്ദത്തിലാക്കുന്നു, അത് ഇത്തരം ബാധ്യതകളൊക്കെ സംസ്ഥാനത്തിന് മേൽ കെട്ടിവെക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അങ്ങനെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്? കേന്ദ്രം നമുക്ക് അവഗണന കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കിഫ്ബിയുടെ കാര്യത്തിൽ തന്നെ പറയാം. പണമെടുക്കുന്നതിന് അവര് സീലിംഗ് വെച്ചത് ഇവിടെ മാത്രമല്ല, ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തിലെല്ലാം ഇതേപോലത്തെ സീലിംഗ് അല്ലേ ഉള്ളേ. നമ്മുടെ GDP-യുടെ 33% കൂടുതൽ നമുക്കിത് പോകാൻ പറ്റില്ല കടമെടുക്കുന്നത്. ആ കടമെടുക്കുന്ന തോത് കൂടി വരുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കടമെടുക്കാനുള്ള തോത് നമ്മുടെ ഇരട്ടിയാണെങ്കിൽ ശരിക്കും വിവേചനമാണ്. പക്ഷേ UP-ക്കും പിന്നെ മധ്യപ്രദേശിനും പിന്നെ എല്ലായിടത്തും ഉള്ള നികുതിയിലെ കടമെടുപ്പ് സാധ്യതയിലെ നമുക്കുള്ളത്. അപ്പൊ പിന്നെ എവിടെയാ വിവേചനം എന്ന് പറയുന്നത്? നമുക്കിപ്പോ കേന്ദ്രത്തിനെ കുറ്റം പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഈ കുറ്റം കൊണ്ട് കുറവ് തീർക്കരുത്. നമ്മൾ കുറ്റം പറഞ്ഞോട്ടെ, കുറ്റം പറയാൻ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിന് ഉണ്ടായിരിക്കും. പക്ഷെ ആ കുറ്റം അങ്ങ് ഈ ബജറ്റ് ഡിസ്കഷൻസിന്റെ ഒക്കെ ഭാഗമായിരുന്ന ആളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒക്കെ കാലത്ത് ബജറ്റ് ഡിസ്കഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമിതികളിൽ ഉണ്ടായിരുന്ന ആളുമാണ്. ഞാൻ അങ്ങിലേക്ക് വരുന്നു. ആം ആദ്മിയുടെ പ്രമുഖ നേതാവ് കൂടിയാണ്.